ഹലോ ഗൈസ്, ഫിറ്റ്വെൽ ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇൻട്രോ എടുത്തത് ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചത്തിൻ്റെ കാരണം കൊണ്ടാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മറാസി ഡ്രൈവിലുള്ള മിലേനിയം ഹോട്ടലിലേക്കാണ്. മിലേനിയം ഹോട്ടലിൽ പാസഞ്ചറെ ഇറക്കിയിട്ട് നമ്മൾ തിരിച്ച് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഹലോ, മറാസി ഡ്രൈവ് എന്ന് പറയുന്നത് ഡൗൺ ടൗണിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ടുള്ള ഒരു കനാലിനോടൊക്കെ ചേർന്നുകൊണ്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ. അവിടെ തന്നെ ചെറിയതായിട്ടുള്ള യാച്ച് പാർക്ക് ചെയ്യുന്ന കുറച്ച് സ്പോട്ടുകളുണ്ട്. കുറച്ച് റിസോർട്ടുകളും ഹോട്ടലുകളൊക്കെ ആയിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു ഏരിയ തന്നെ കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാനില്ലാത്തത് കൊണ്ട് നമ്മൾ തിരിച്ച് എയർപോർട്ടിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ മറാസി ഡ്രൈവിൽ നിന്ന് ബിസിനസ് ബേയിലേക്ക് ഇറങ്ങുന്ന റൂട്ടിലേക്കാണ് ഇപ്പം കയറാൻ പോകുന്നത്. നമ്മളിപ്പം കയറിയിരിക്കുന്ന റോഡ് നേരെ പോവുകയാണെന്നുണ്ടെങ്കിൽ അബുദാബിയിലേക്കുള്ള ഡയറക്ഷനിലും പോകാം. നമുക്ക് റൈറ്റ് കയറി അൽക്കൈൽ റോഡിലേക്കും ഇറങ്ങാൻ വേണ്ടി പറ്റും കേട്ടോ. ഒന്ന് അൽക്കൈൽ റോഡിൻ്റെ അബുദാബി സൈഡിലേക്കും, പിന്നെ നമ്മൾ റൈറ്റ് കയറി പോകുന്നത് അൽക്കൈൽ റോഡ് തന്നെ ഷാർജ സൈഡിലേക്കുമാണ് കേട്ടോ. അൽക്കൈൽ റോഡ് ഇവിടുന്ന് മാറി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡായിട്ട് മാറും. നമ്മൾ ഓൾറെഡി ഇപ്പോൾ അൽക്കൈൽ റോഡിലേക്ക് ഇറങ്ങി. ഇനി നേരെ എയർപോർട്ടിലേക്ക്. ഒരു പാസഞ്ചറെ ഇറക്കാൻ വേണ്ടി വന്നായിരുന്നു. ആക്ച്വലി പാസഞ്ചറെ ഇറക്കി തിരിച്ചു വരുന്ന സമയത്താണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഒരു വണ്ടി പോകുന്നുണ്ടോ, ഒരു ബ്ലൂ കളറുള്ള, അത് ഹോണ്ട സിവിക് ആണ് കേട്ടോ. പഴയ മോഡൽ ഹോണ്ട സിവിക്. ഏതൊരു ഫിലിപ്പീനെയാണ് വണ്ടി ഓടിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണെന്ന് അറിയാം അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു സിവിക്. നമുക്ക് ഈ JDM കാറിനോട് ഒരു പ്രത്യേക ക്രൈസാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ കണ്ണങ്ങോട്ട് പോയി പോകും. അതെന്താണെന്നറിയില്ല, വണ്ടികളോടുള്ള പ്രണയം കൊണ്ടാണോ ഇഷ്ടം കൊണ്ടാണോ എന്നറിയില്ല. ഒരു വല്ലാത്തൊരു മുഹബത്ത് തന്നെയാണ് കേട്ടോ ഈ JDM കാർസിനോട്. നമ്മൾ എയർപോർട്ടിൽ എത്തിയ ശേഷം അവിടുന്ന്
ബിസിനസ് ബേ ഒക്കെ തന്നെ വേറൊരു പാസഞ്ചറെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്ന വഴിയാണ് ഗൈസ്. നമ്മൾ JW മാരിക്കോസ് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലേക്കാണ് ഈ പാസഞ്ചറായിട്ട് പോകുന്നത് കേട്ടോ. ഈ ബിസിനസ് ബേൻ്റെ ബ്രിഡ്ജ് അൽസഫയിലേക്ക് കയറുന്നതിൻ്റെ അടിയിൽ കൂടിയുള്ള ആ ബ്രിഡ്ജിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പം JWയിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു വഴിയും അല്ലെങ്കിൽ പിന്നെ അൽക്കൽ വഴി അതുപോലെ തന്നെ DIFC വഴിയുമാണ് വരാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഏറ്റവും കുറച്ച് ഈസി ആയിട്ടുള്ളൊരു റോഡ് ഇതായത് കൊണ്ട് നമ്മളത് യൂസ് ചെയ്യുന്നുള്ളൂ. ഇതിലൂടെ പോകുമ്പം തന്നെ ഡൗൺ ടൗണിൻ്റെ ഒരു സൈഡാണ് നമ്മൾ മുന്നിൽ കാണുന്നത് കേട്ടോ. ബുർജ് ഖലീഫ കാണാം, അതേമാതിരി തന്നെ അഡ്രസ്സ് ഡൗൺ ടൗൺ കാണാൻ വേണ്ടി പറ്റും, അഡ്രസ് സ്കൈ വ്യൂ കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെ വേണ്ടിയുള്ള ഹോട്ടലുകളൊക്കെ നമുക്ക് ഈ ഒരു കാഴ്ചയിൽ കാണാം. ഒരു യാത്രയിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുബായിൽ എവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന ബിൽഡിങ്ങുകളൊക്കെ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ എവിടെ പോയാലും കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് റൈറ്റ് കയറാണ്. റൈറ്റ് കയറി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ മാരിക്കോസിലേക്ക് പോകേണ്ടത്. ഇതാണ് കേട്ടോ ബിസിനസ് ബേ. അങ്ങനെ നമ്മൾ ഹോട്ടലിലേക്ക് കയറുകയാണ് ഗൈസ്. ഈ ഒരു സമയത്ത് വലിയൊരു തിരക്കൊന്നും കാണുന്നില്ല. സാധാരണ പബ്ബും അതേമാതിരി തന്നെ ബാറുകളൊക്കെ ഉള്ള ഹോട്ടലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടാവുന്ന ഹോട്ടലാണ് ഇത് കേട്ടോ. എന്താണെന്നറിയില്ല, വലിയൊരു തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ തിരിച്ച് എയർപോർട്ടിലേക്ക് തന്നെ പോവുകയാണ് ഗൈസ്. നമ്മളിങ്ങനെ ബിസിനസ് ബേ മെയിൻ സിഗ്നലിലേക്ക് എത്തുകയാണ്. ഈ ബിസിനസ് ബേ എന്ന് പേര് വരാൻ കാരണം തന്നെ ചുറ്റുഭാഗത്തും ഈ ഓഫീസ് ബിൽഡിങ്ങുകളാണ്. പല വമ്പൻ കമ്പനികളുടെ ഓഫീസുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അതുകൊണ്ടാണ് ഈ പേര് വരാൻ കാരണം. എയർപോർട്ടിലേക്ക് തിരിച്ചു പോവാം. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ മാരിക്കോസ്, JW മാരിക്കോസ് എന്ന് പറയുന്ന ഹോട്ടൽ. അപ്പോൾ അവിടെ നിന്ന് ഇറക്കിയിട്ട് യൂട്ടേൺ അടിച്ചിട്ട് തിരിച്ചു പോവുകയാണ്. അതിൻ്റെ മുന്നിൽ കൂടെയുള്ള ഒരു ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്, അൽക്കൽ റോഡ് വഴി. പാലത്തിൻ്റെ അടിയിൽ കൂടി ഒഴുകുന്നത് മറ്റേ കനാലാണ് കേട്ടോ, കനോലി കനാൽ അങ്ങനെയും പറയാം ഗൈസ്. ദുബായ് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കനാലാണ്. നേരെ ക്രീക്കിലേക്ക് പോകുന്നുള്ള ഒരു കനാലാണത്. ഇപ്പം നമ്മൾ കയറിയിരിക്കുന്ന റോഡ് നേരെ മൈതാനിലേക്കൊക്കെ പോകുന്ന റോഡാണ്. വേൾഡിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഹോഴ്സ് റൈഡിങ് വേൾഡ് കപ്പ് ഒക്കെ നടക്കുന്ന ഒരു ഗ്രൗണ്ടാണ്, ഒരു സ്റ്റേഡിയമാണ് കേട്ടോ മൈതാൻ എന്ന് പറയുന്നത്. അതായത് മില്യൺ കണക്കിന് പ്രൈസ് മണിയൊക്കെ ഉള്ള ഒരു എന്താ പറയുക ആഡംബരമായിട്ടുള്ളൊരു സ്പോർട്സ് ഇവൻ്റാണ് മൈതാനിൽ വർഷങ്ങളിലായിട്ട് നടക്കുന്ന ഇവൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അൽക്കയിലേക്ക് കയറാനുള്ള എക്സിറ്റ് കയറി നമുക്ക് ഈ ടണലിൻ്റെ അടിയിലൊക്കെ കാണാൻ വേണ്ടി പറ്റും ഓസിൻ്റെ ചിത്രങ്ങളൊക്കെ പതിപ്പിച്ചിട്ടുള്ള ഒരു ചുമര്.
മുന്നിൽ കാണുന്ന ലൈറ്റ് കാണുന്ന ബിൽഡിംഗ് ആണ് പിന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ള ടൈഗർ ബിൽഡിംഗ് കേട്ടോ. ടൈഗർ ബിൽഡിങ്ങും ഒന്ന് LSL ഹോട്ടലും ആണ്. അതിൻ്റെ അടുത്തുള്ളത് ഡമാക്കിൻ്റെ തന്നെ ഫയർമൗണ്ട് ഹോട്ടൽ കൂടി ആണ് കേട്ടോ. ആ 3 എണ്ണം ഒരുമിച്ച് നിൽക്കുന്ന നമ്മൾ ഓൾറെഡി അൽക്കൽ റോഡിലാണ് ഉള്ളത്. നേരെ എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം ഗൈസ്. അടുത്ത ട്രിപ്പ് വരുമ്പോൾ അവിടുന്ന് നേരെ നമുക്ക് അല്ലൈനിലേക്ക് പോകാനുള്ളൊരു അറൈവൽ കിട്ടി ഗൈസ്. അങ്ങനെ അല്ലൈനിലേക്ക് പോകുന്ന വഴിയാണിത്. അല്ലൈനിലേക്ക് ദുബായിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറും 25 മിനിറ്റുമാണ് കാണിക്കുന്നത്. അതായത് ഒരു 130 കിലോമീറ്ററിൻ്റെ മേലെ നമുക്ക് ഇപ്പം ഓടാനുണ്ട്. അങ്ങനെ അവിടെ പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ ജോബ് അടിച്ചു തരുമോ അല്ലെങ്കിൽ തിരിച്ചു പോരേണ്ടി വരുമോ എന്നുള്ളത് അറിയില്ല. അപ്പം അവിടെ പോയി വന്നിട്ട് കാണാം. നമ്മൾ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇത് അറൈവൽ അല്ല, ഡിപ്പാർച്ചറാണ് കേട്ടോ. നമുക്ക് അറൈവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സാധാരണ വേറെ വഴിയാണ്. ഇന്നിപ്പം ഇതിലൂടെ വരാനുള്ള കാരണം ബാരിയർ അടിച്ച കാരണമാണ്. അപ്പം നേരെ തിരിഞ്ഞ് വീണ്ടും നമ്മൾ ചുറ്റി വളഞ്ഞിട്ട് വരണം. ഇപ്പോൾ രാത്രിയിലുള്ള ഈ ഒരു കാഴ്ച നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മളെ മുന്നിൽ കാണുന്ന വണ്ടി ഉണ്ടോ, അതാണ് ഫോർഡിൻ്റെ റാപ്റ്ററാണ് കേട്ടോ. പുതിയ മോഡൽ റാപ്റ്ററാണ്. കാണിക്കുന്നത് അങ്ങനെ നമ്മൾ അലൈൻ യാത്ര ഒക്കെ കഴിഞ്ഞ് വന്നു. ഒരു ചായയൊക്കെ വാങ്ങി നേരെ മിസ്ഹർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട് ദുബായിൽ. ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഒരു അറബ്സ് ഒക്കെ കൂടുതൽ താമസിക്കുന്ന ഏരിയ ആണ്. അവിടേക്ക് നമ്മൾ പാസഞ്ചർ എടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. ട്രാഫിക് സിഗ്നലാണ്. ഫുള്ള് റെസിഡൻസ് ഏരിയ ആണ് കേട്ടോ. അറബ്സിൻ്റെ ഒക്കെ വില്ലകളാണ് ഈ ഏരിയയിൽ മൊത്തമായിട്ടുള്ളത്. ലോക്കൽസാണ് ഏറ്റവും കൂടുതൽ. കൂടുതലൊന്നും പറയാൻ പറ്റില്ല, ഒരു വിഭാഗം ആൾക്കാരൊക്കെ താമസിക്കുന്ന ഏരിയ ആണിത്. മിസർ, കവാനീജ് 1, 2, 3, 4 ഈ ഒരു ഭാഗങ്ങളിലായിട്ട്. മിസർ 1. മിസർ 1ലേക്കുള്ള സർവീസ് റോഡിലേക്ക് കയറാം.
എല്ലാ വീടിൻ്റെ മുന്നിൽ ഒന്നോ രണ്ടോ XUV എന്തായാലും ഉണ്ടാവും കേട്ടോ. ഒന്നെങ്കിൽ നിസാൻ പെട്രോള്, അല്ലെങ്കിൽ റാൻഡ് ക്രൂയിസർ, അല്ലെങ്കിൽ പജേറോ, അല്ലെങ്കിൽ റേഞ്ച് റോവർ, റാൻഡ് റോവർ, ഡിഫൻഡർ, ഇങ്ങനെ വേണ്ടിയുള്ള വണ്ടികളായിരിക്കും. റാംഗ്ലർ. ഒരു കാരവാൻ നോക്കി ഗൈസ്, ഫോർ വീൽ ഡ്രൈവ് സംഭവം. ഇവിടെയാണ് നമുക്ക് പാസഞ്ചർ എടുക്കാനുള്ള 2 വണ്ടി ഉണ്ട്.